കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച് നിർത്താതെ പോയ സംഭവത്തിൽ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് പ്രതി ഷജീലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അഭിന ചേരുന്നുണ്ട്. അഭിന, എന്തായാലും ഓരോ മലയാളിയും ആഗ്രഹിച്ച ഒരു വിധി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഇനി ഈ ഷജീലിനെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര 9 വയസ്സുകാരിയെ വാഹനമിടിച്ച കേസിലെ ഷജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോഴിക്കോട് സെഷൻസ് കോടതി തള്ളിയത്. വിദേശത്തു നിന്നാണ് പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അപകടത്തിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ തൃഷാന ഇപ്പോഴും ഈ ഒരു അബോധാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഷജീൽ ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ചുകൊണ്ടും 30,000 രൂപയോളം പണം തട്ടിയിരുന്നു. ഇതിനെതിരെയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കണ്ടെത്തലിന് പുറമെ ഈ കണ്ടെത്തലിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു ഷജീലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അതുകൂടാതെ ഈ പ്രതി ഇപ്പോഴും ഈ ഒരു വിദേശത്ത് തന്നെയാണ് തുടരുന്നത്. ഈ പ്രതിയെ പിടികൂടാനുള്ള ഒരു പോലീസ് പ്രതിക്കായി എത്തിയത് ഈ ഇൻഷുറൻസിനായി പ്രതി ക്ലെയിം നൽകിയതിനെ തുടർന്നാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിയുടെ കാർ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇനി പ്രതിയെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പോലീസ് അതിനായുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഭദ്ര. ശരി, അഭിനയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരി വാഹനമിടിച്ച് നിർത്താതെ പോയ സംഭവത്തിലെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് പ്രതി ഷജീലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. എന്തായാലും ഈ പ്രതി ഇപ്പോഴും വിദേശത്ത് തുടരുകയാണ്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്.